മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്ന് മാതൃഭൂമി ദിനപത്രത്തിൽ ഒരു എഡിറ്റോറിയൽ വായിക്കുകയുണ്ടായി. കൂടാതെ അതേ പത്രത്തിൽ DYFIയുടെ ഒരു കമന്റ് കണ്ടു. ഉച്ചയോടുകൂടി പിണറായി വിജയൻ സാറിൻ്റെ ശക്തമായ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ടുള്ളൊരു പ്രതികരണവും കണ്ടു. മാതൃഭൂമിയിലെ എഡിറ്റോറിയലിൻ്റെ ടൈറ്റില് അരുത്, ജനാധിപത്യ അവകാശങ്ങളെ കൊല്ലരുത്. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം. യഥാർത്ഥത്തിൽ യൂട്യൂബിലൂടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പരമ്പരയായിട്ട് നമ്മുടെ ഭക്ഷണശീലങ്ങളുടെയും ഭക്ഷണ വിഭവങ്ങളുടെയുമെല്ലാം ശുദ്ധ ശാസ്ത്രം വിവരിച്ചുകൊണ്ടിരിക്കവെയാണ് ഇന്ന് ഈ പിണറായി വിജയൻ സാറിൻ്റെ ഒരു കമന്റും DYFIയുടെ പ്രിന്റഡ് ആയിട്ടുള്ള ന്യൂസും മാതൃഭൂമിയുടെ അപ്രതീക്ഷിതമായ തനിത്തറ എഡിറ്റോറിയലും കൂടി വായിച്ചത്. കഴിഞ്ഞ ഒരു മാസമായി കണ്ണൂര്, കോഴിക്കോട്, വടകര, മലപ്പുറം, എറണാകുളം, പിന്നെ തിരുവനന്തപുരം, കൊല്ലം ഈ സ്ഥലങ്ങളിൽ 500-നും 2500-നും ഇടയ്ക്ക് ആൾക്കാർ, ചില സ്കൂളുകളിൽ രക്ഷാകർത്താക്കള്, ചില ക്ഷേത്രങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ടവര്, അവരോട് ഞാൻ പ്രഭാഷണത്തിലൂടെ അറിയിച്ചത് കിടപ്പറയിൽ നടത്തുന്ന പലതും റോട്ടില് പബ്ലിക്കായിട്ട് കാണിക്കാനുള്ള ജനാധിപത്യ അവകാശം, മാതൃഭൂമി പറഞ്ഞതുപോലെയുള്ള ജനാധിപത്യ അവകാശം, അത് ജനാധിപത്യമോ വർഗീയമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും ഒരു കാര്യമുണ്ട്, ഈ ചുംബിക്കാൻ വന്നവരുടെ മക്കളോ മരുമക്കളോ സഹോദരി സഹോദരന്മാരോ മറ്റുള്ളവനെ ചുംബിക്കുകയോ മറ്റുള്ളവർ ഇവരെ ചുംബിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. തൻ്റെ മക്കളെയും തന്നെയും തൻ്റെ ബന്ധുക്കളെയും ഈ നേതാക്കന്മാർ ചുംബിക്കാൻ അയച്ചിട്ടില്ല. അത് മാത്രമല്ല, ഈ ചുംബിച്ച ഒരു കുട്ടിയുടെ വിവാഹ നിശ്ചയം നടക്കുകയാണെങ്കിൽ മറ്റുള്ളവളെ ചുംബിക്കാൻ പോയ പയ്യൻ തന്നെ തൻ്റെ ഭാര്യയാവാൻ പോകുന്നവനെ ചുംബിച്ചു വേറൊരുവനെന്നറിഞ്ഞാൽ ജനാധിപത്യ വീക്ഷണത്തില്, മാതൃഭൂമിയുടെ ജനാധിപത്യ വീക്ഷണത്തില് ആ പെണ്ണിനെ കെട്ടാൻ ചിലപ്പോൾ ആരും ഉണ്ടാവില്ല. ആണിനെ പിന്നെയും കെട്ടാൻ ആളുണ്ടാവും. അപ്പോ മൃഗങ്ങളും പട്ടികളും പൂച്ചകളും എല്ലാം റോട്ടില് ലൈംഗിക വീഴ്ച നടത്തുന്നു, അതുകൊണ്ട് മനുഷ്യന് നടത്തിയാൽ എന്താ എന്ന് ചോദിച്ചത് ചെയ്യുന്നതും ജനാധിപത്യ അവകാശമാക്കാൻ വേണമെങ്കിൽ. മാത്രമല്ല, നമുക്ക് റോഡിന്റെ നടുക്ക് മൂത്രമൊഴിക്കുകയോ ഏത് നീചകർമ്മം ഇന്ത്യൻ ഭരണഘടനയ്ക്കും പീനൽ കോഡിനും എതിരല്ലാത്തത് നടത്തുകയും എല്ലാം ചെയ്യുമ്പോഴും സഭ്യത അസഭ്യത എന്നുള്ളത് ഒഴികെ അവിടെ ജനാധിപത്യം സംരക്ഷിക്കാനാണെങ്കിൽ അതൊക്കെ ചെയ്യാവുന്നതാണ്. ഇതെല്ലാം ഞാൻ ഈ കണ്ണൂര്, കോഴിക്കോട്, വടകര തുടങ്ങിയ സ്ഥലങ്ങളിലെ പ്രഭാഷണങ്ങളിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. ശരിക്ക് ഹാർഡ് കോർ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകരുൾപ്പെടെ അത് കേൾക്കുകയും ചെയ്തു, അവരെ കണ്ട് സംസാരിക്കുകയും ചെയ്തു. ഒരാള് പോലും ഞാൻ പറഞ്ഞതിനെതിരെ പറഞ്ഞില്ല. ചുംബന സമരം എന്ന വാക്ക് തന്നെ അസംബന്ധം. ആർക്കെതിരെയുള്ള സമരമാണത്? ജില്ലാ കളക്ടർക്കോ
കേരള ഗവൺമെന്റിനോ ഇന്ത്യ ഗവൺമെന്റിനോ മൾട്ടിനാഷണൽസിനോ ആർക്കെതിരെയാണ്? ഏതോ ചില സദാചാര പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയോ പ്ലക്കാർഡ് പിടിക്കുകയോ ജാഥ നടത്തുകയോ അല്ലെങ്കിൽ മൗനമായിട്ട് നടക്കുകയോ അല്ല, മറിച്ച് ആണും പെണ്ണും തമ്മിൽ പട്ട പകല് വെട്ടുവഴിയിൽ ചുംബിക്കുക. ഇങ്ങനെ ഒരു സമരം ഏത് തലയ്ക്ക് സുഖമില്ലാത്തവ നടത്തിയാലും കുഴപ്പമില്ല. അതിശക്തമായി മാർക്സിസ്റ്റ് പാർട്ടി ആദ്യകാലങ്ങളിൽ ഇതിനെ അനുകൂലിച്ചത് ഇന്നലെ അത്ര തന്നെ ശക്തമായ ഭാഷയിൽ ഡിവൈഎഫ്ഐക്കാരെ എതിർത്തിട്ടുണ്ട്. ഇന്ന് മാതൃഭൂമിയിൽ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വാർത്തയായിട്ട്. ഏറ്റവും സന്തോഷം തോന്നിയത് പിണറായി വിജയന്റെ വിവരണം മാതൃഭൂമി ചാനലിൽ വന്നു, മാതൃഭൂമി TV ചാനലിൽ വന്നു. ഭാര്യയും ഭർത്താവും കിടപ്പറയിൽ നടത്തുന്നത്, റൂട്ടിൽ കൊണ്ട് ചെയ്യുന്നത് സഭ്യതയ്ക്കെതിരാണ്. മാതൃഭൂമി എഡിറ്റോറിയൽ എഴുതിയ മഹാനുഭാവൻ അതൊന്ന് വായിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയിരുന്നു. മാത്രമല്ല, പല രാജ്യങ്ങളിലും ഇതുപോലെ ഉള്ളതോ അല്ലാത്തതോ എല്ലാം നടക്കുന്നു എങ്കിലും നമ്മുടെ രാജ്യത്തിൽ അങ്ങനെയുള്ളതൊന്നും നടത്താനുള്ള ലെവലല്ല ഉള്ളത്. അദ്ദേഹം വേറൊന്നുകൂടി വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. സദാചാര പോലീസ് ചമയുന്നവരെ എതിർക്കാൻ ഇതല്ല മാർഗം. വളരെ ശരിയാ. സദാചാര പോലീസ് ഏത് ശിവസേനയും ഏത് ബജരംഗദളും ഏത് RSSകാരും ഏത് മുസ്ലിം ലീഗും ഏത് NDF നടത്തിയാലും അതിനെതിരെ സമൂഹം പ്രതികരിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ സിനിമയില് ലൈംഗിക വേഴ്ച നിരോധിക്കണം എന്ന് പറയുമ്പോൾ സിനിമാ നടന്മാരും സിനിമാ നടിമാരും സിനിമാ നിർമ്മാതാക്കളും ആ ലൈംഗിക വേഴ്ച കോഴിക്കോട് പൊതുമൈതാനിയിലും എറണാകുളത്തെ മറൈൻ ഡ്രൈവിലും എല്ലാം കാണിക്കാൻ തുടങ്ങുന്നത്, അതും വേണമെങ്കിലും മാതൃഭൂമി എഡിറ്റോറിയൽ എഴുതിയ വ്യക്തിക്ക് ജനാധിപത്യമായിട്ട് പറയാം. ഏതായാലും പിണറായി വിജയൻ അതിനെ ശക്തമായിട്ട് എതിർത്തു. ഇന്നലെ സിനിമാ നടി ശോഭനയും എതിർത്തു. അഭിമാനത്തോടുകൂടി പറയട്ടെ, ഈ ചുംബനം നടന്നതിന്റെ അടുത്തതിന്റെ പിന്നത്തെ ദിവസം ഞാൻ ഏതെല്ലാം വാക്കുകൾ ഉപയോഗിച്ചിട്ടാണോ യൂട്യൂബിൽ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തത്, അതേ വാക്കുകൾ സഖാവ് പിണറായി വിജയന്റെയും ഡിവൈഎഫ്ഐയുടെയും ശോഭനയുടെയും എല്ലാം നാവിലൂടെ വന്നതിൽ അഭിമാനമുണ്ട്. പക്ഷെ KP കേശവനന്റെയും കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെയും ദാമോദരന്റെയും എല്ലാം പേരിൽ അറിയപ്പെടുന്ന മാതൃഭൂമി നാം മുന്നോട്ട് എന്ന KP കേശവമേനോന്റെ ആ വരികള് പ്രസിദ്ധീകരിച്ച മാതൃഭൂമിയുടെ പ്രധാനപ്പെട്ട ഭാഗമൊന്ന് ശ്രദ്ധിക്കുക. ചുംബന സമരത്തെ പ്രതീകാത്മകമായ ഒരു പ്രതിഷേധ പ്രകടനമാണ് കാണേണ്ടത്. ആരോടുള്ള പ്രതിഷേധ പ്രകടനം? വിരലിലെണ്ണാവുന്ന ശിവസേനയിലെ പയ്യന്മാരോടും ഹനുമാൻ സേനയോടുള്ള പ്രതിഷേധമാണോ? ലൈംഗികോദ്ദേശമോ മറ്റുള്ളവരുടെ വികാരങ്ങൾ വ്രണപ്പെടുത്തൽ ലക്ഷ്യമോ ഇല്ലാത്ത അത്തരമൊരു പ്രതിഷേധ പഠനത്തിന് അവസരം നൽകുന്നതാണ് ഇന്ത്യൻ ജനാധിപത്യം. അപ്പൊ ഇന്ത്യൻ ജനാധിപത്യം ഏതിനാ നൽകാത്തത്? ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നിയമമനുസരിച്ച് റോട്ടിലിരുന്നുകൊണ്ട് ആണും പെണ്ണും കെട്ടിപ്പിടിച്ച് ലൈംഗികമായിട്ട് പരാക്രമം കാണിച്ചാലും ഇന്ത്യൻ ജനാധിപത്യ വിഷയത്തിൽ അത് അരുതെന്ന് പറഞ്ഞിട്ടില്ല, ഭരണഘടനയിലും പറഞ്ഞിട്ടില്ല. അത് സഭ്യതയുടെ ഭാഗമായിട്ട് മനുഷ്യനെടുക്കുകയാണ്. മാതൃഭൂമിക്ക് അത് അറിയാത്തതാവില്ല. പരസ്യ ചുംബനം പാപവും പാരമ്പര്യ വിരുദ്ധവുമാണെന്ന് ധരിക്കുന്നവരുടെ അറിവില്ലായ്മയെപ്പറ്റി സഹതപിക്കാനേ കഴിയൂ. മാതൃഭൂമിയുടെ ആ ലെവല് എല്ലാവരും ഒന്ന് വായിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നി. അതായത് പരസ്യ ചുംബനം പാപവും പാരമ്പര്യ വിരുദ്ധവുമാണെന്ന് ധരിക്കുന്നവരുടെ അറിവില്ലായ്മയെപ്പറ്റി സഹതപിക്കാൻ. ഈ എഡിറ്റോറിയൽ എഴുതിയവരും മാതൃഭൂമിയിലെ ജോലിക്കാരുടെയും ചെറുപ്പക്കാരായ മക്കളെയും ഭാര്യമാരെയും സഹോദരിമാരെയും ഒന്ന് പരസ്യ ചുംബനത്തിന് ഒന്ന് പങ്കെടുപ്പിക്കാമായിരുന്നു. ഈ എഡിറ്റോറിയൽ എഴുതുന്നതിന് മുമ്പ് വ്യക്തിപരമായ പ്രവൃത്തി മാത്രമായല്ല ചുംബനം മനുഷ്യ സമൂഹത്തിൽ ഉപയോഗിക്കപ്പെടുന്നത്. മണ്ണിനെ ചുംബിക്കുന്നു. അവിടെ കോഴിക്കോടോ ബാംഗ്ലൂരോ ഡൽഹിയിലോ
അല്ലെങ്കിൽ വേറെ എറണാകുളത്തോ മറൈൻ ഡ്രൈവിലോ മണ്ണിനെയാണ് ചുംബിച്ചതെങ്കിൽ ബഹുമാനത്തോടുകൂടി മാലയിടാൻ ആൾക്കാർ വരുമായിരുന്നു, തല്ലാനൊന്നും ആൾക്കാർ വരില്ല. മണ്ണിനെ ചുംബിക്കുന്നതൊക്കെ അത് ജനാധിപത്യ വിരുദ്ധമാണെന്നോ അനുകൂലമാണെന്നോ കൊണ്ടുപോയി വാദിച്ച് ചേർക്കുമ്പോൾ അത് കാര്യങ്ങളുടെ ഗൗരവം ഇല്ലാതാക്കി മാതൃഭൂമി എന്തൊക്കെയോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് താഴുകയാണ്. മണ്ണിനെ ചുംബിക്കാറുണ്ട്, അതും ആണും പെണ്ണും തമ്മിൽ റോട്ടിൽ ചുംബിക്കുന്ന മാതിരി അല്ലാതെ. മണ്ണിനെ ചുംബിക്കുക, പവിത്ര പദവിയുള്ളവരുടെ കൈ ചുംബിക്കലും ഫ്ലൈയിങ് കിസ്സും മതചിഹ്നങ്ങളെ ചുംബിക്കലും അന്ത്യചുംബനം അർപ്പിക്കലുമെല്ലാം മനുഷ്യ സമൂഹത്തിലുണ്ട്. അതിനെ കൊണ്ടുവന്ന് മറൈൻ ഡ്രൈവിൽ ആണും പെണ്ണും കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നതിനോട് ഉപമിച്ച മാതൃഭൂമി ഇത്രയും കാലം ഞാൻ നിങ്ങളുടെ പത്രം വായിച്ചതിൽ നിന്ന് ഖേദിക്കുന്നു. മാത്രമല്ല, കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ആ ക്ഷേത്രത്തിലെ പ്രസിഡന്റ് മാതൃഭൂമിയുടെ സംപൂജ്യനായ ഗംഗാധരൻ സാറായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് ദൈവദശകത്തിന്റെ ഫുൾ വ്യാഖ്യാനം 3 മണിക്കൂർ കൊടുക്കാൻ ഭാഗ്യം കിട്ടിയതാ. അന്ന് ഈ മാതൃഭൂമി എഡിറ്റോറിയൽ ഉണ്ടായിരുന്നെങ്കിൽ ഗംഗാധരൻ സാറിനോട് പറയുമായിരുന്നു, സാറിന്റെ പത്രം ഡാഷ് പത്രത്തിന്റെ ലെവലിലേക്ക് താഴ്ന്നതിൽ ദുഃഖമുണ്ടെന്ന്. ചുംബിക്കലും അന്ത്യചുംബനം അർപ്പിക്കലും പരസ്യമായി ആലിംഗനം ചെയ്ത് ചുംബിക്കുന്ന ആധ്യാത്മിക വ്യക്തികൾ ഇന്ത്യൻ സമൂഹത്തിന് പരിചിതമാണ്. ആധ്യാത്മിക വ്യക്തികളായിരുന്നു മറൈൻ ഡ്രൈവിൽ പരസ്യമായിട്ട് ചുംബിച്ചത് എങ്കിൽ അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. അമ്മ മക്കളെ ചുംബിക്കുന്നതിനെ കുറിച്ചിട്ട് അല്ലല്ലോ ആരും എതിരിയത്. അവനവന്റെ വീട്ടില് റോട്ടിൽ മുഴുവൻ അമ്മ മക്കളെ ചുംബിച്ചുകൊണ്ട് നടക്കുകയും അച്ഛൻ മകനെ ചുംബിച്ചുകൊണ്ട് നടക്കുകയും ഭാര്യ ഭർത്താവിനെ ചുംബിച്ചുകൊണ്ട് നടക്കുകയും അത് ലോകത്തിലെ എല്ലാവരും കാണുകയും ചെയ്യുകയൊക്കെ ചെയ്തതിനെ കുറിച്ചാണ് മാതൃഭൂമി എഡിറ്റോറിയൽ എഴുതുന്ന മഹാനുഭാവ ജനങ്ങൾ പ്രതികരിച്ചത്. ആ പ്രതികരണത്തെ ശരിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പറയുകയില്ല, ഒരിക്കലും പറയില്ല. ഈ സദാചാര പോലീസായി ചമഞ്ഞവരൊന്നും അല്ല ഇത് ഒതുക്കേണ്ടത്. ഒരുപക്ഷെ അത് ഒതുക്കാൻ വേണ്ടി ഇവർ ഇറങ്ങിയത് കൊണ്ടാണ് അതിനേക്കാൾ നീചമായ ലെവലിലേക്ക് അവർ പോയതും അതിനേക്കാൾ നീചമായ ലെവലിൽ ഒരു ദേശീയ ദിനപത്രം ഈ എഡിറ്റോറിയൽ എഴുതേണ്ടി വന്നതും. ചുംബനത്തെയോ അതിന്റെ പ്രതീകാത്മക ആവിഷ്കരണങ്ങളെയോ കേരളവും വിലക്കിയിട്ടില്ല. ഏതായാലും ആര് വിലക്കിയിട്ടില്ല എന്നല്ല, പല കാര്യങ്ങളും വിലക്കുന്നത് കൊണ്ടോ വിലക്കാത്തത് കൊണ്ടോ അല്ല ചിലര് ചെയ്യാതിരിക്കുന്നത്. റോഡിന്റെ നടുക്ക് മൂത്രമൊഴിക്കരുതെന്നും മലവിസർജനം നടത്തരുതെന്നും ഭാരതത്തിലെ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. കേരളവും അത് വിലക്കിയിട്ടില്ല. അങ്ങനെ കേരളം വിലക്കാത്തതും ഭാരതം വിലക്കാത്തതുമായിട്ടുള്ള ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ട്. അതെല്ലാം വിലക്കിയിട്ടില്ല എന്ന ഒറ്റ കാരണത്താല് അതെല്ലാം പ്രദർശിപ്പിക്കാവുന്നതാണ് എന്ന് വ്യാഖ്യാനിക്കുന്നതും ആധ്യാത്മിക നേതാക്കളോ അല്ലെങ്കിൽ മത നേതാക്കളോ അന്ത്യചുംബനം കൊടുക്കലോ കുരിശിനെയോ അല്ലെങ്കിൽ ബിഷപ്പിനെയോ പോപ്പിനെയോ കൈ ചുംബിക്കുന്നതോ അതെല്ലാമാണ് മറൈൻ ഡ്രൈവിൽ നടന്നതെങ്കിൽ മാതൃഭൂമി എഡിറ്റോറിയൽ എഴുതിയ വ്യക്തിക്ക് അതൊക്കെ പറയാമായിരുന്നു. പക്ഷേ ഒന്നേ ഉള്ളൂ, ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത മാതൃഭൂമിയിലെ മഹാനുഭാവന്മാരുടെ എല്ലാം കൂടി ഒരു ചുംബനം മറൈൻ ഡ്രൈവില് ഭംഗിയായിട്ട് പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി നടത്താൻ ഈ ഉജ്ജ്വലമായിട്ടുള്ള ആഹ്വാനം പ്രായോഗികമായിട്ട് അവർ തന്നെ നടത്തുമെന്ന് കൂടി പ്രതീക്ഷിക്കട്ടെ. ഇത് ഏതായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. കാലചക്രം തിരിയുമ്പോൾ നിലനിൽക്കേണ്ട ആവശ്യമില്ലാത്തതിനെ സമൂഹം തൂത്തെറിയുന്ന ഒന്നായിരിക്കും ഈ എഡിറ്റോറിയലും ഈ ചുംബന സമരവും. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, സെർച്ചിങ് ഫോർ ദ ബ്ലാക്ക് കാറ്റ് വിച്ച് ഇസ് നോട്ട് ദർ ഇൻ ദ ഡാർക്ക് റൂം. ഇല്ലാത്ത കറുത്ത പൂച്ചയെ ഇരുട്ടുമുറിയിൽ തപ്പുക എന്നൊരു ചൊല്ല്. അതാണ് ഏതാനും ശിവസേനക്കാരെയും ഏതാനും ഹനുമാൻ സേനക്കാരെയും പ്രതിഷേധിക്കാൻ, അത് ജനാധിപത്യം സംരക്ഷിക്കാനാണ് ആണും പെണ്ണും തമ്മിൽ വെട്ടുവഴിയിൽ ചുംബിക്കുക എന്നുള്ള വ്യാഖ്യാനം നടത്തിയ ഈ മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ എഴുതിയതിനേക്കാൾ എത്രയോ ബഹുമാന്യനും ആരാധ്യനുമായിട്ട് ഒരൊറ്റ വരി കൊണ്ട് സഖാവ് പിണറായി വിജയൻ സാർ ഉയർന്നിരിക്കുന്നു. അങ്ങക്ക് പ്രണാമം, നമസ്കാരം.